വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തുന്ന ലീഗ് മാത്രമല്ല മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അതിന് ജാഗ്രതയോടുകൂടി CPM കണ്ടില്ല. വെള്ളാപ്പള്ളി നടേശനായിട്ടുള്ള കൂട്ടുകെട്ട് ഇതൊക്കെ അപകടം ചെയ്തോ? അതായത് ഒരു ലീഗ് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുസ്ലിം കൺസോൾട്ടേഷൻ UDF-ലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത്തരം ആക്ഷേപങ്ങൾക്ക് ഇട നൽകുന്ന ധാരാളം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നില്ല. അദ്ദേഹം മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ലീഗിനെ മാത്രമല്ല മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ ശക്തമായി എതിർക്കപ്പെടേണ്ടതായിരുന്നു എന്ന അഭിപ്രായം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളെ മൊത്തമാണ് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളെ അല്ല, മുസ്ലിങ്ങൾ എനിക്ക് ആക്രമിക്കേണ്ട ഉദ്ദേശമില്ല, ഞാൻ വലിയ സൗഹാർദ്ദമാണ്, ലീഗിനെ മാത്രമാണ് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷെ പറഞ്ഞത് ലീഗിന് മാത്രമാണെങ്കിലും അത് മുസ്ലിം സമൂഹത്തെ ആകെയാണ് എന്നുള്ള തോന്നൽ വരികയും അതിനെ ശക്തമായി മുൻകാലങ്ങൾ പ്രതിരോധിച്ചിരുന്ന ഇടതുപക്ഷം ആ രൂപത്തിൽ പ്രതിരോധിച്ചില്ല എന്ന ആക്ഷേപം മുസ്ലിം സമുദായത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടാൻ UDF-ന് ഒരു പരിധിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. 27,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് G. സുധാകരൻ ലഭിച്ചത്. അത് BJP-യുടെ വോട്ടുകൾ മാത്രമല്ല പാർട്ടി പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? പരമ്പരാഗത വോട്ടുകൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രമായി നഷ്ടപ്പെട്ടു എന്നല്ലല്ലോ വിലയിരുത്തൽ മുഴുവൻ. ഇപ്പം ഇന്ന് ഞാൻ മനോരമയുടെ അവിടുത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് എനിക്ക് അയച്ചു തന്നു. അതായത് എറണാകുളം മണ്ഡലത്തിലെ പാർട്ടി അടിസ്ഥാന വോട്ടുകൾ ആകെ ചോർന്നിരിക്കുന്നു. ഇവിടെയും അങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. അവിടെ അതിൽ ആകെക്കൂടി സ്വല്പമെങ്കിലും വോട്ട് വർദ്ധിച്ചത് KJ മാക്സിക്ക് മാത്രമാണ്. അതുപോലെ അടിസ്ഥാന വോട്ടുകൾ ചോരാതെ പിടിച്ചു നിർത്തിയത് ഈ ആലുവ മാത്രമാണ്. 61 വോട്ടേ അടിസ്ഥാന വോട്ടുകൾ കുറവ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആയിരങ്ങളുടെ വ്യത്യാസമാണ്. അപ്പോൾ അത് സ്വാഭാവികമായും പ്രതിഫലിക്കുകയല്ലേ. എല്ലാ മണ്ഡലങ്ങളിലും അടിസ്ഥാന വോട്ടുകളുടെ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ചോദ്യം, വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരു അകലം പാലിക്കണം, ജാഗ്രത പാലിക്കണം, ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന നന്നായിരിക്കും അല്ലേ? വെള്ളാപ്പള്ളി നടേശനെ മാത്രമായി ഒറ്റതിരിഞ്ഞ് നമ്മൾ കാണേണ്ടതില്ല. സമുദായ സംഘടനകളുമായി നമ്മൾ സൗഹൃദം ഉണ്ടാവണം, സമുദായ നേതാക്കന്മാരുമായി സൗഹൃദം ഉണ്ടാവണം. അവർ പൊതുസമൂഹത്തിന്റെ യോജിപ്പിനും ഐക്യത്തിനും വിഘാതമായി പ്രതികരിക്കുമ്പോൾ അപ്പോൾ പാർട്ടി പ്രതികരിക്കുമായിരുന്നു. മൗനം പാലിക്കാൻ പാടില്ല.